ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ, ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്താ കൽപ്പനയോട് ഒരു രഹസ്യം? ഒന്നുമില്ല. അപ്പൊ എന്നെ ഒഴിവാക്കുന്നതിന്റെ പിന്നിൽ ഉദ്ദേശം ഇതാണല്ലേ? ഗൗതം, ഏട്ടൻ അസുഖമായി കിടന്നപ്പോ ഞാൻ ചോദിച്ചു, അന്ന് നീ എന്റെ ആണെന്ന് പറഞ്ഞു. ഏട്ടൻ അസുഖം മാറിയപ്പോഴും ഞാൻ ചോദിച്ചു, അന്ന് നീ എനിക്ക് ധൈര്യം തന്നു. എന്നിട്ട് നിനക്കിപ്പോ അയാളുടെ കുഞ്ഞിനെ പ്രസവിക്കണം, കണിമംഗലത്തിന്റെ അവകാശിയാവണം അല്ലേ? ഗൗതം, സൂര്യ ഇപ്പൊ വരും, പ്ലീസ് ഒന്ന് പുറത്തു പോ. അതെ, സൂര്യയും മുറിക്കകത്ത് കിടന്ന് ഉറങ്ങുമ്പോ നീ എന്നെ ഈ മുറിക്കകത്ത് വിളിച്ചിട്ടുണ്ട്, മറന്നു. ഗൗതം, പുറത്തിറങ്ങാനാ പറഞ്ഞത്. ഇറങ്ങ. ഒച്ച വെക്കണ്ട. പെണ്ണുങ്ങൾ ചതിച്ച കഥ ഒരുപാട് കേട്ടിട്ടുള്ളതാ ഞാൻ. പക്ഷെ നിന്നെ ഞാൻ അന്ധമായി വിശ്വസിച്ചു. ഗൗതം ആരാണെന്നും ഗൗതത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. സക്സസ്, അച്ഛൻ സമ്മതിച്ചു. എടോ നമ്മൾ പോകുന്നു, ഒരു ഹാപ്പി ട്രിപ്പ്. ഓക്കെ? എന്നെ ഒഴിവാക്കിയ സന്തോഷം ഒരുപാട് നേരം നിൽക്കിലടി. പോയ സ്ഥലത്ത് നിന്നും സൂര്യ ജീവനോടെ തിരിച്ചു വരില്ല. നീ എനിക്കുള്ളതാ കൽപ്പന, ആ കാര്യത്തില് ഒരു മാറ്റവുമില്ല. അതെ, മക്കളുടെ കൂടെ നിൽക്കുന്ന സന്തോഷത്തില് കഴിക്കാനുള്ള മരുന്ന് മറക്കരുത്. അവര് രണ്ടുപേരുടെ നടുവിൽ നിൽക്കുമ്പോ എനിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നും ഉണ്ടാവില്ലടോ. ആ, ഞാൻ ജീരകവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്, പോയി എടുത്തിട്ട് വരാം. രാവിലെ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞു തുടങ്ങിയിരുന്നു. ഓ, അപ്പോഴാണല്ലോ പ്രിയങ്കമ്മളുടെ വീഴ്ച. ആ, എന്ത് കാര്യം അമ്മേ? ഇപ്പൊ പറയൂ. ആ, അതിപ്പോ അങ്ങനെ പറയേണ്ട ഒരു കാര്യമല്ല. ഒരു കാര്യം ചെയ്യ്, പരിഹരിക്കാൻ തിരക്കില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോ അമ്മ ഓർത്ത് പറഞ്ഞാ മതി. അല്ലെങ്കിൽ അച്ഛാ, ഭരണ ഇറങ്ങിയില്ലേ? എവിടെ ഇറങ്ങാനാ മോളെ പ്രിയങ്കേ? സൂര്യയുടെ കൂടെ കൽപ്പന കൂടി വരുന്ന നിലയ്ക്ക് നിനക്കും പോന്നൂടെ? നല്ലൊരു യാത്രയാകും അത്. വേണ്ടച്ച, രാവിലത്തെ ആ വയ്യായ്മ ഇതുവരെ വിട്ടിട്ടില്ല. ഇപ്പൊ ഒരു യാത്ര ശരിയാവില്ല. ഓ, അതാണോ? ഇതൊക്കെ വണ്ടി കൊണ്ടുപോയി വെക്ക. അമ്മേ, ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്താ കൽപ്പനയോട് ഒരു രഹസ്യം? ഒന്നുമില്ല, അത് ഞങ്ങൾ അമ്മയും മോളും കൂടിയുള്ള കാര്യം അല്ലേ മോളെ? ആ, വരുൺ, എന്താടാ വന്ന് വന്ന് പങ്ക്ച്വാലിറ്റി ഇല്ലാണ്ടായോ? വിട്ടുപോരാൻ തോന്നുന്നില്ല അച്ഛാ. ഞാൻ പ്രിയങ്കമോളോട് കൂടെ വരാൻ പറഞ്ഞതാ, കേൾക്കണ്ടേ?
അല്ല, പ്രിയങ്കയെ വിട്ട് പോരാൻ പറ്റില്ലെന്ന് തന്നെയാണോ വരുൺ പറഞ്ഞത്? പിന്നെ വേറെന്താവും പറയാ? പ്രിയങ്ക, യോ വെരി ലക്കി. അധികം ആർക്കും ഇങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടില്ല. ആ മതി മതി, രാഹുകാലത്തിന് മുമ്പ് നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. ശരി മുത്തശ്ശി, കൂട്ടെ വാ. അമ്മ ഇറങ്ങട്ടെ. മുത്തശ്ശി പോയിട്ട് വരാം. മുത്തശ്ശി പോയിട്ട് വരാം. അച്ഛൻ പോകുന്നോണ്ട് മുത്തശ്ശിയുടെ ഉപദ്രവം ഉണ്ടാവില്ല. എനിക്കെന്റെ സിനിമയുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ചെയ്യാം. മോളെ, എന്താ മോളെ ഇവിടെ തന്നെ ഇരിക്കുന്നേ? ഒന്നുമില്ലമ്മേ. തലകറങ്ങി വീണ എന്റെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? വേണമെങ്കിൽ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാം. ഒരു ടോട്ടൽ ചെക്കപ്പ് നടത്താം. അയ്യോ മാം, എനിക്കിതിനുള്ള കുഴപ്പമൊന്നുമില്ല. പിന്നെ അമ്മ അനുവദിക്കുകയാണെങ്കിൽ എനിക്കൊരു സ്ഥലം വരെ പോകണമെന്നുണ്ട്. എവിടെ? ക്ഷേത്രത്തിലേക്ക്. അവിടെ ആ നടയിച്ചത് നിന്ന് നല്ല സമാധാനം കിട്ടും. എന്നാ മോള് തനിച്ചു പോണ്ട. വഴിയിൽ വെച്ച് എന്തെങ്കിലും ഉണ്ടായാലോ? അമ്മ കൂടി വരാം. വേണ്ടമ്മേ, ഞാൻ പോയിക്കോളാം. പിന്നെ വേണമെങ്കിൽ ചേച്ചിയും കൂട്ടാം, ഒരു ധൈര്യത്തിന്. നിന്റെ ചേച്ചി എന്റെ ധൈര്യമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. പോട്ടമ്മേ, എന്തൊക്കെയായാലും ചേച്ചി ഞാൻ പറയുന്നത് അനുസരിക്കുന്നുണ്ടല്ലോ. അനുസരിക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്നതാണെങ്കിലോ? മോളെ സൂക്ഷിക്കണം. ഇനി ഒരു ചതിയിലും പെടരുത്. ഇനി എനിക്കൊരു തെറ്റ് പറ്റില്ലമ്മേ. എന്നാ മോള് പോയിട്ടോ. പെട്ടെന്നെങ്കിൽ വരണം കേട്ടോ. ഉം.